ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടി പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജിമ ആണെങ്കിലോ അകത്തിരുന്ന് അജിത്ത് എന്ന് പറഞ്ഞ ലോകുടായ്പനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാള് ചോദിക്കുന്നുണ്ട്, മഞ്ജി നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരുന്നാ മതിയോ? നമുക്കൊന്ന് കാണുകയൊക്കെ വേണ്ടേ? അതെന്തിനാ ഇനി കാണുന്നത്? എല്ലാ മഞ്ജിനെ എനിക്ക് കാണണമെന്ന് തോന്നുക. എങ്കിൽ അന്ന് കണ്ട അതേ റെസ്റ്റോറന്റ് വെച്ച് കണ്ടാലോ? അത് വേണ്ട, നമുക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണ്ടേ? അതെ, എനിക്കിവിടെ ഒരു അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. ആഹാ, ഫ്ലാറ്റ് ഒക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ അവിടെ മഞ്ജു വരുന്നുണ്ടോ? മഞ്ജിക്ക് ഫ്ലാറ്റ് കാണാലോ. അയ്യോ ഞാനില്ല, സോറി അജിത്ത് എന്ന് പറയാണ്. അതെന്താ മഞ്ജി, എന്നെ വിശ്വാസമില്ലാത്തോണ്ടാണോ? അതുകൊണ്ടൊന്നല്ല, ഇപ്പൊ വന്നാൽ ശരിയാവില്ല. അപ്പൊ എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണല്ലേ? അങ്ങനെയൊന്നുമല്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ മഞ്ജു വരും, നാളെ തന്നെ വരും. അത് ഞാൻ പിന്നെ ആലോചിക്കട്ടെ. എന്താലോചിക്കാൻ? തീർച്ചയായിട്ടും വരണം എന്ന് പറയാണ്. അങ്ങനെ മഞ്ജിമേനെ കൊടുക്കാനായിട്ടാണ് അജിത്തിന്റെ പ്ലാൻ കേട്ടോ. ആ ഒരു ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും മഞ്ജിമയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് മഞ്ജിമേനെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാനൊക്കെയാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ മഞ്ജിമ ആ ഒരു പ്ലാനിൽ കുടുങ്ങി പോവാണ്. അതേസമയം നമ്മുടെ കോടതി കൂടുന്ന സമയം ആവാട്ടോ. രചനയാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോനെ, ദേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ എന്നെ ചതിക്കല്ലേ? കോടതിയിൽ ആ വക്കീല് പലതും ചോദിക്കും. മോൻ അതൊക്കെ കേട്ട് ഡാഡിയുടെ കൂടെ പോണെന്ന് പറയല്ലേ. അറിയാലോ, എനിക്ക് എന്റെ മോൻ മാത്രമേ ഉള്ളൂ. അറിയാലോ അറിയാലോ എന്നൊക്കെ രചന വീണ്ടും വീണ്ടും പറയാണ്. അത് കേട്ട് ആദ്യം പറഞ്ഞിട്ട്, മമ്മി കുറെ നേരം ആയാലോ എനിക്കറിയാലോ എന്ന് പറഞ്ഞത്, എനിക്കെല്ലാം അറിയാം എന്ന് പറയാണ്. മോനെ, നീ എന്താ വല്ലാത്ത ദേഷ്യത്തിൽ സംസാരിക്കണത്? പിന്നെ ഞാൻ മമ്മിയുടെ എന്താ സംസാരിക്കണത്? മമ്മിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പോലും. മമ്മിക്കും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? എന്റെ ഡാഡി ഉണ്ടായിരുന്നില്ലേ? ചിപ്പി ഉണ്ടായിരുന്നില്ലേ? അച്ഛമ്മയും അച്ചാച്ചനും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എല്ലാരും നഷ്ടപ്പെടുത്തിയത് മമ്മി തന്നെയല്ലേ? എടാ, നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? അതെ, കുറ്റപ്പെടുത്തുക തന്നെയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മമ്മിയുടെ ജീവിതത്തിൽ ഡാഡിയും ഞാനും ചിപ്പി മാത്രമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഡാഡി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഡാഡി മാറി. പിന്നെ അതെങ്ങനെയാ മമ്മി ആകാശങ്ങളായത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണ രചന ഒന്ന് പതറിപ്പോവാട്ടോ. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ ഡാഡിയുടെ അമ്മ, അതായത് നിന്റെ അച്ഛമ്മ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും മഹേഷ് കണ്ടിട്ട് കേട്ട് പോലും ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. എന്നെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. മഴയത്ത് ഇറക്കി വിട്ടിട്ട് പോലും ഉണ്ട് എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് ആദ്യം ചിരിക്കുന്നുണ്ട്. മമ്മി പറയുന്നതൊക്കെ മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചാനെ. പക്ഷേ എനിക്കിപ്പം അറിയാം മമ്മി, മഴയത്ത് എന്തിനാണ് ഡാഡി മമ്മീനെ ഇറക്കി വിട്ടേന്ന്. അത് എന്നെ കൊണ്ട് മമ്മി പറയിപ്പിക്കണോ? നിന്റെ അടുത്ത് ഇതൊക്കെ ആരാടാ പറഞ്ഞത്? ഈ പച്ചക്കളമൊക്കെ നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? ഇതൊന്നും ആരും പറയണ്ട മമ്മി, ഇതൊക്കെ എനിക്കറിയാം. എനിക്ക് ചെവിയും കാതും കണ്ണും എല്ലാം തന്നെ ഉണ്ട്. ഞാൻ മമ്മിയുടെ വായിന്ന് തന്നെ കേട്ടതാണ്, പിന്നെ ഈ ആകാശങ്ങളുടെ വായിന്നും. അല്ലാതെ മമ്മിയെ കുറിച്ച് ഇതുവരെ ഇഷിതാമയോ ഡാഡിയോ ഒരു മോശമായിട്ട് ഒരു വാക്കും പോലും പറഞ്ഞിട്ടില്ല. മമ്മി പറയല്ലോ ഇഷിതാമ്മ അങ്ങനെയാണ്, ഡാഡി ഇങ്ങനെയാണെന്ന്. പക്ഷെ അവരുടെ വായിന്ന് ഇതുവരെ മമ്മീനെ കുറിച്ച് മോശം ഒന്നും പറഞ്ഞിട്ടില്ല. ഇഷിതാമ്മ എൻ്റെ അടുത്ത് എന്താ പറയാറെന്നറിയാവോ? മമ്മിക്ക് നീ മാത്രമേ ഉള്ളൂ, മമ്മിക്ക് താങ്ങും തന്നിട്ട് നീ നിക്കണോന്ന്. ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി വേറൊരു ഫ്ലാറ്റിലേക്ക് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കും മമ്മിക്കുള്ള ഫുൾ ചിലവ് ഡാഡി എടുക്കാന്ന്. പക്ഷെ അതൊന്നും മമ്മിക്ക് പറ്റില്ല. അപ്പോഴും മമ്മിയുടെ കാഴ്ചയിൽ അവര് തന്നെയാണ് തെറ്റുകാര്. എടാ, ഞാൻ നിന്റെ ഒരു കാര്യം മാത്രം പറയാം. നീ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. നാളെ നീ എങ്ങാനും എന്റെ കൂടെ കോടതിയിൽ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ നീ എന്റെ കൂടെ വേണം. എല്ലാം നീ മഹേഷിന്റെ കൂടെയാ പോണെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് നിന്റെ മമ്മീനെ കാണാൻ സാധിക്കില്ല. മമ്മി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി മമ്മി, എനിക്ക് ഡാഡിയുടെ കൂടെ പോണോന്ന് വിചാരിച്ചാൽ ഞാൻ ഡാഡിയുടെ കൂടെ പോകും. മമ്മി ഇതുപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ ഇത്രയും നാള് ഇവിടെ നിർത്തിയത്. പക്ഷെ ഇനി ഞാൻ നിൽക്കില്ല മമ്മി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശങ്ങൾ എന്നെ കൊല്ലും. മമ്മീനൊന്നും ചെയ്യില്ലായിരിക്കും ആകാശങ്ങള്, പക്ഷെ ഈ ആകാശങ്ങൾ എന്നെ കൊല്ലും. അത് മമ്മിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും മമ്മി ഒരു ചോദ്യം പോലും ആകാശങ്ങൾക്ക് ചോദിക്കാറില്ല. എന്നെ തല്ലിക്കൊന്നാലും മമ്മി ആകാശങ്ങൾക്ക് ഒന്നും ചോദിക്കില്ല. മമ്മി, എനിക്ക് ജീവിക്കണം, എനിക്ക് സുഖമായിട്ട് എൻ്റെ ചിപ്പിയുടെ കൂടെ, എൻ്റെ ഡാഡിയുടെ കൂടെ, എൻ്റെ അച്ഛമ്മ അച്ചാച്ചൻ പിന്നെ ഇഷിതാമ്മ കുഞ്ഞുവാവ എല്ലാവരുടെ കൂടെ എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് മമ്മി എന്നെ ഒന്നും പറയരുതിനി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകുവാണ്. ആദിയുടെ തൊട്ടു പിന്നാലെ രചനയും പോകുന്നുണ്ട്. നീ പോവോടാ, നീ പോകോ, ഈ മമ്മീനെ വിട്ടിട്ട് നീ പോകോ എന്ന് ചോദിച്ചിട്ട് രചന ഒരു ഒറ്റ അടി ആദിയുടെ മുഖത്തേക്ക് കൊടുക്കാട്ടോ. കണ്ടും കേട്ടും സന്തോഷത്തോടെ നിൽക്കാണ് നമ്മുടെ ആകാശട്ടോ. അടിക്കട്ടെ, അമ്മയെ മോനും കൂടി അടിച്ച്
രണ്ട് വഴിക്കാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രണ്ടും കൂടി അടിച്ച് ചാവണമെങ്കിൽ ചാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആകാശം മനസ്സിൽ വിചാരിക്കാണ്ട്, എടാ മോനെ ആദി, നാളെ കോടതി കൂടുമ്പോ നീ നിന്റെ ഡാഡിയുടെ കൂടെ തന്നെ പോണം. എനിക്കും അതാണ് ആഗ്രഹം. നീ നിന്റെ ഡാഡിയുടെ കൂടെ പോയാലേ എന്റെ പല പ്ലാനുകളും നടക്കുള്ളൂ. എടാ ഒരു സമയത്ത് മഹേഷും അതുപോലെ തന്നെ ഇഷിതാമ്മ എന്ന് പറഞ്ഞ നിങ്ങളുടെ അമ്മയും തന്നെ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. അത് ഈ ആകാശ് കാണും. ഇത് ഈ ആകാശിന്റെ വാക്കാണ്, ഈ ആകാശിന്റെ പ്രതിജ്ഞയാണ്. അവര് തന്നെ നിന്നെ അവിടെ നടിച്ചു പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടും കേട്ട് നമ്മുടെ രചന ആകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആകാശ്, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആകാശിന് ഒരു കുലുക്കമില്ലല്ലോ. ആകാശ് എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ രചന? നിന്റെ മോന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അവൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നാലും അവൻ എങ്ങനെയാ ആകാശ് ഇത്ര പെട്ടെന്ന് മാറാൻ സാധിച്ചത്? ആ, എല്ലാം ഇഷിതയുടെ കയ്യിലിരിപ്പ്. ഇഷിത അവനെ മയക്കിയെടുത്തു. എനിക്ക് വയ്യ. എന്തൊക്കെ പറഞ്ഞാലും നാളെ കോടതി കൂടുമ്പോ എന്റെ മോൻ എന്റെ കൂടെ നിൽക്കും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ആകാശ് ചോദിക്കണ്ടേ, അല്ല രചന, നിന്റെ മോൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നു. നിന്നാ നല്ല കാര്യം. അഥവാ അവൻ നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ നിന്റെ പ്ലാൻ എന്താ? ഇല്ല ആകാശ്, എനിക്കതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. എന്റെ മോൻ എന്നെ വിട്ടു പോവില്ല. പോവാതിരിക്കട്ടെ രചന, പക്ഷെ പോയാ നീ എന്ത് ചെയ്യും? അവൻ എന്റെ വിട്ട് പോവുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകും ആകാശ് എന്ന് പറയാണ്. എന്നിട്ട് രചന അകത്തേക്ക് പോവാണ്. ഇത് കേട്ട് ആകാശ് പൊട്ടിച്ചിരിക്കുകയാണ്. എങ്കിലും നിന്റെ മരണം നാളെ തന്നെ ആടി. നിന്റെ മോൻ ഒരിക്കലും നിന്റെ കൂടെ വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ വക്കീലിന്റെ സ്ഥലമാട്ടോ, അതായത് കോടതിയാണ്. കോടതിയിൽ ആദ്യത്തെ കേസ് എടുക്കുന്നത് ഇവരുടെയാണ്, പിള്ളേരുടെ കേസായതുകൊണ്ട് ആദ്യത്തെ കേസ് ഇവരുടെ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ആദ്യം എടുത്ത് ജഡ്ജി കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആദ്യം അതിന് നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ട്. ആദ്യം മറുപടി പറയുമ്പോൾ ജഡ്ജിക്ക് അത് തൃപ്തിയായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യം എടുത്ത് ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, മോൻ ഇത്രയും പ്രായമായി, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണം പ്രായം മോനെ, പ്രായത്തെക്കാളും കൂടുതൽ പക്വത മോനെ ഉണ്ട്. അതുകൊണ്ട് ഈ ജഡ്ജി അങ്കിൾ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, മോനെ മമ്മിയുടെ കൂടെ പോണോ ഡാഡിയുടെ കൂടെ പോണോ, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ ആദി രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. രചന പ്ലീസ് മോനെ പോവല്ലേ എന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ആദി പറയണ്ട്, എനിക്ക് എൻ്റെ ഡാഡിയുടെ കൂടെ പോയാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുന്നത് മഹേഷിനും മിഷിതൊക്കെ ഭയങ്കര സന്തോഷമാട്ടോ. അവിടെ വെച്ചിട്ട് തന്നെ രചന തല കറങ്ങി വീഴാണ്. തൻ്റെ മോൻ തൻ്റെ കൂടെ ഇല്ല, ഇനി താൻ എന്തിനാ ജീവിക്കണത്? കയ്യിലൊരു വിഷക്കുപ്പി വെച്ചിട്ട് രചന അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുവാട്ടോ. രചന അവിടെ തളർന്ന് വീഴാണ്. എന്തൊക്കെ പറഞ്ഞാലും രചന ആദിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയുടെയും മമ്മിയാണല്ലോ. പിള്ളേർക്ക് ചെറിയൊരു സ്നേഹം രചന അടുത്തുണ്ട്. രചനയ്ക്ക് ഇതിന് പറ്റുമ്പോൾ അവർ ഓടി രചനയുടെ അടുത്തേക്ക് തന്നെ എത്തും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആദി നാളെ കഴിഞ്ഞിട്ട് നമ്മുടെ മഹേഷിന്റെ അടുത്തേക്ക് തന്നെ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. എന്താണ് നാളത്തെ എപ്പിസോഡ്? നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.